ഹായ് സ്റ്റുഡൻസ്, നമുക്കിന്ന് ആദ്യത്തെ ചാപ്റ്റർ അരിത്തമാറ്റിക് സീക്വൻസിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസ് പഠിക്കുന്നതിൻ്റെ മുന്നേ സീക്വൻസ് എന്താണെന്നുള്ള കാര്യം അറിയണം. സോ നമുക്ക് സീക്വൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു നമ്പർ സെറ്റാണ് സീക്വൻസ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് നമുക്ക് നമുക്ക് അറിയുന്ന കുറച്ച് എക്സാമ്പിൾസാണ് ഇവിടെ തന്നിരിക്കുന്നത്. 1, 2, 3 ദാറ്റ് ഇസ് നാച്ചുറൽ നമ്പർ. അതുപോലെ 1, 3, 5 എന്നുള്ളത് അതൊരു ഓഡ് നമ്പർ സീക്വൻസ് ആണ്. 2, 4, 6 എന്നുള്ളത് ഈവൻ നമ്പർ സീക്വൻസ് ആണ്. 1, 4, 9 ഇത് ഈ ഒരു സീക്വൻസ് എന്തിൻ്റെയാണ്? സ്ക്വയർ റൂട്ടാണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അത് ഇമ്പോർട്ടൻറ്റും കൂടിയാണ്. 1 എന്നുള്ളത് 1 സ്ക്വയർ ദാറ്റ് ഇസ് 1, 2 സ്ക്വയർ ആണ് 4 അടുത്ത നമ്പർ, ദെൻ 3 സ്ക്വയർ ആണ് അവിടെ 9 ആൻഡ് 4 സ്ക്വയർ എന്നുള്ളത് 16, നെക്സ്റ്റ് ടേം 16 ആയിരിക്കും. ഇങ്ങനെ പോകുന്ന ഒരു സ്ക്വയർ റൂട്ടിൻ്റെ സീക്വൻസ് ആണ് ഈ അവസാനം തന്നിരിക്കുന്നത്. അടുത്തത് നമുക്ക് അരിത്തമാറ്റിക് സീക്വൻസ് എന്ന ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്താണ് അരിത്തമാറ്റിക് സീക്വൻസ്? സോ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുമ്പോൾ ഒരു ഫിക്സ്ഡ് നമ്പർ, നമ്മൾ ഒരു നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഫിക്സ്ഡ് നമ്പർ ആഡ് ചെയ്ത് പോകുന്നതാണ് നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇവിടെ 3 എന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വിചാരിക്കുക. 3 നിന്നാണ് ഒരു നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു ഫിക്സ്ഡ് നമ്പർ, അത് ഏത് നമ്പർ വേണമെങ്കിലും ആവാം, നെഗറ്റീവും ആവാം പോസിറ്റീവും ആവാം. സോ അങ്ങനെ ഒരു ഫിക്സ്ഡ് നമ്പർ ആഡ് ചെയ്യുന്നു നമ്മൾ. ഇതിനോട് +2 ചെയ്താൽ നമുക്ക് അടുത്ത് കിട്ടുന്ന നമ്പർ ഏതായിരിക്കും? 5 ആയിരിക്കും. ഇവിടെ ഞാൻ ഫിക്സ്ഡ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്ന നമ്പർ 2 ആണ്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ 2 ഹിയർ, ഇവിടെ ഞാൻ 3ൽ നിന്ന് +2 ചെയ്തു. സോ അപ്പോൾ 5 ആയി. എഗെയിൻ ഞാൻ 2 നമുക്ക് ആഡ് ചെയ്യണം. എന്താണോ അവിടെയുള്ള ഫാക്ടർ, ഒരു നമ്പർ, ആ നമ്പർ തന്നെയാണ് നമ്മൾ കോമൺ ആയിട്ട് ആഡ് ചെയ്ത് ആ കംപ്ലീറ്റ് സീക്വൻസ്, അത് നമുക്ക് ഇൻഫിനിറ്റി വരെ നമുക്ക് പോകും. നമ്മൾ എൻഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻഫിനിറ്റി വരെ പോകുന്നൊരു സീക്വൻസ് ആണ്. സോ ഇതിൽ നമ്മൾ ആഡ് ചെയ്ത് നമുക്ക് ഇവിടെ +2 ചെയ്തു, എഗെയിൻ +2 ചെയ്യും. നെക്സ്റ്റ് ടേം എന്തായിരിക്കും? ഓബ്വിയസ്ലി 9 + 2 അതെന്തായിരിക്കും? 11 ആയിരിക്കും. സോ ഇങ്ങനെ ഒരു ഫിക്സ്ഡ് നമ്പർ ആഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സീക്വൻസ് ആണ് അരിത്തമാറ്റിക് സീക്വൻസ്. നമുക്ക് അങ്ങനെയാണ് അരിത്തമാറ്റിക് സീക്വൻസ് ഫോം ചെയ്യാൻ പറ്റുക. ഒരു നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് ആ ഫിക്സ്ഡ് നമ്പർ എന്തായിട്ട് വേണം എടുക്കാം. സോ ആ ഒരു ഫിക്സ്ഡ് നമ്പർ, നമ്മൾ ആഡ് ചെയ്യുന്ന ആ ഒരു ഫിക്സ്ഡ് നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോമൺ ഡിഫറൻസ്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഏറ്റവും അരിത്തമാറ്റിക് സീക്വൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് കോമൺ ഡിഫറൻസ്. അതായത് നമ്മൾ ഈക്വലായിട്ട് ആഡ് ചെയ്ത് വരുന്ന ആ ഒരു നമ്പറിനെ പറയുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. സോ ഇവിടെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? അപ്പോൾ ഈ ഒരു സീക്വൻസിൽ 3, 5, 7, 9 ഈ ഒരു സീക്വൻസിൽ കോമൺ ഡിഫറൻസ് 2 ആണ്. അത് നമ്മൾ എങ്ങനെ കൂടി കണ്ടുപിടിക്കാം? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, ആ ഒരു രീതിക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് ടേം ഓർ നിയറസ്റ്റ് ടേം, ഏത് നിയറസ്റ്റ് ടേം വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇവിടെ സെക്കൻഡ് ടേം എടുത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ സീക്വൻസിൽ ഏത് അടുത്തുള്ള 2 ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് കോമൺ ഡിഫറൻസ്. ഓക്കെ, പ്രീവിയസ് ടേമിൽ നിന്ന്, ഇപ്പോൾ കറണ്ട് ടേം ഞാനാണെങ്കിൽ കറണ്ട് ടേമിൽ നിന്നും പ്രീവിയസ് ടേം നമ്മൾ മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് നമുക്ക് എന്ത്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ് നമ്മൾ ചെയ്യുന്നത്, ഫസ്റ്റ് ടേം. സോ ദാറ്റ് ഈസ് കോമൺ ഡിഫറൻസ്. വി ക്യാൻ റൈറ്റ് കോമൺ ഡിഫറൻസ് CD. നമ്മൾ ഷോർട്ടായിട്ട് CD എന്ന് പറയും, D എന്നും പറയും. D എന്ന് മാത്രമായിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. സോ ഇവിടെ CD. ഞാൻ സെക്കൻഡ് ടേം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്താ, ഈ 2 ടേംസ്, അതായത് 13 - 10 വെച്ച് നമുക്ക് അടുത്തതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. സീക്വൻസിൽ ഏത് 2 നമ്പർ അടുത്തടുത്തുള്ള നമ്പർ ആവണം, ഈ ഒരു കണ്ടീഷൻ. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ കുറേ മെത്തേഡ്സ് ഉണ്ട്. സോ അതിൽ അടുത്തടുത്തുള്ള 2 ടേംസ്, നമുക്ക് സീക്വൻസിൽ അടുത്തടുത്ത 2 നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ 2 നമ്പർ മൈനസ് ചെയ്താൽ മാത്രം മതി. അത് കൂടുതൽ നമ്മൾ ഫസ്റ്റ് കറണ്ട് ടേമിൽ നിന്നും പ്രീവിയസ് ടേം ആണ് മൈനസ് ചെയ്യേണ്ടത്. അത് മാത്രം ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ 13 എടുക്കണം, 13 - 10 ഈ രീതിക്ക് വേണം ചെയ്യാൻ. ഓർ 10 - 13 ഒരിക്കലും ചെയ്യരുത്. എപ്പോഴും 13 - 10 ആയിരിക്കണം, 10 - 13 ചെയ്യരുത്. അപ്പോൾ കറണ്ട് ടേമിൽ നിന്നും മൈനസ് പ്രീവിയസ് ടേം, അതായിരിക്കണം നമ്മുടെ അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ്. അതാണ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് വ്യക്തമായി മനസ്സിലാവുന്നു.
കോമൺ ഡിഫറൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. അടുത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് പൊസിഷൻ ആൻഡ് ടേംസ്. പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു നമുക്ക് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനിലൊക്കെ പോകുമ്പോൾ നമ്മൾ പറയും ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ്. അത് നമ്മുടെ പൊസിഷനാണ്. നമ്മൾ സ്കൂളിൽ റാങ്ക് ലിസ്റ്റ് ഇടും, അത് നമ്മുടെ ഒരു പൊസിഷനാണ്. ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്, ലാസ്റ്റ് റാങ്ക്, അങ്ങനെ നമുക്കൊരു പൊസിഷൻ ഇടും. ചിലപ്പോൾ 10th റാങ്ക് അങ്ങനെ വരുന്നത് അതൊരു പൊസിഷനാണ് നമുക്ക്. അപ്പോൾ അതാണ് പൊസിഷൻ. അതുപോലെ ടേം എന്ന് പറയുക ആ പൊസിഷനിലുള്ള ആ ഒരു നമ്പർ ഓർ ആ പൊസിഷനിലുള്ള ആ ഡാറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ടേം എന്ന് പറയുക. ഹിയർ ഫസ്റ്റ് പൊസിഷനിൽ ആരാളുള്ളത്? 3, ആൻഡ് സെക്കൻഡ് പൊസിഷനിലുള്ള ആൾ 5, ദെൻ തേർഡ് പൊസിഷനിൽ 7, ഫോർത്ത് പൊസിഷനിൽ 9. ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ ആൻഡ് ടേം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പൊസിഷൻ, എന്താണ് ടേം, അതിൻ്റെ ഡിഫറൻസ് ചിലവർക്ക് മാറിപ്പോവും. ഇപ്പം നമ്മളടുത്ത് പറയും തേർഡ് ടേം ഇസ് 25 എന്ന് പറയുവാണെങ്കിൽ ഇവിടെ പൊസിഷൻ എന്നുള്ളത് അവിടുത്തെ 3 ആണ്. തേർഡ് അതാണ് അതിൻ്റെ പൊസിഷൻ. 25 എന്നുള്ളത് അതിലുള്ള ടേം ആണ്. അപ്പോൾ പൊസിഷനും ടേമും വ്യത്യാസം അറിഞ്ഞിരിക്കണം. അതുപോലെ ഇപ്പോൾ 10th ടേം ഈസ് എന്ന് പറയും. 10th ടേം ഈസ് 50. ഒരു എക്സാമ്പിളാണ്. ഒരു 50 എന്ന് പറയുകയാണെങ്കിൽ 10th എന്നുള്ളത് ഇവിടെ പൊസിഷനാണ്. 50 എന്നുള്ളതാണ് അവിടുത്തെ ടേം. അതിനകത്ത് ആരാണോ ഉള്ളത് അതാണ് അവിടെ ടേം. ഒന്നും കൂടി നമ്മൾ കുറച്ചും കൂടി ഒരു എക്സാമ്പിളിൽ പറയുവാണെങ്കിൽ ഇതൊരു ബോക്സാണെന്ന് വിചാരിക്കുക. ഇതാണ് 10th, ഇതിൻ്റെ പൊസിഷൻ. അതിൻ്റെ പൊസിഷനാണ് അവിടെ ഉള്ളത്. ജസ്റ്റ് 10th ടേം എന്ന് പറയും. അതിനകത്തുള്ള ഒരു വാല്യൂ ആണ് ഇപ്പോൾ 25 ആണെങ്കിൽ 25. ഓക്കെ, 25 ആണ് അവിടുത്തെ 10th ടേം. അപ്പോൾ ഇതാണ് എന്ത് ടേം, ഇതെന്തിൻ്റെ പൊസിഷൻ. ഓക്കെ, ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടേം ആൻഡ് പൊസിഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 3 കൺസെപ്റ്റ്. സീക്വൻസ് എന്താണെന്ന് നമ്മൾ ബേസിക് ആയിട്ടുള്ളത് പഠിച്ചു. അതിന് അരിത്തമാറ്റിക് സീക്വൻസ് എന്താണെന്ന് നമ്മൾ നോക്കി. ദെൻ അതിൽ കോമൺ ഡിഫറൻസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമൺ ഡിഫറൻസ് എന്താണെന്ന് നോക്കി. പൊസിഷനും ടേമും പഠിച്ചു. ഇതാണ് ബേസിക് കൺസെപ്റ്റ്. ഇനി ഇതുപയോഗിച്ച് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ പ്രോബ്ലംസും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും സോൾവ് ചെയ്യും. സോ എല്ലാവരും വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.